ഹൈ ദർ, പ്രോഗ്രാമർ ഹിയർ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നത് എന്ന് പഠിച്ചു അല്ലേ. പ്രിൻ്റ് ഓഫ് എന്ന ഫംഗ്ഷൻ വെച്ചാണ് നമ്മൾ സി പ്രോഗ്രാമിൽ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം സീൻ്റെ സ്ട്രക്ചർ കൂടി നമ്മൾ മനസ്സിലാക്കി. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു ചെറിയ 2 പ്രോഗ്രാംസാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ചെറിയ പ്രോഗ്രാംസ് മാത്രം. കാരണം വലിയ പ്രോഗ്രാംസ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾക്ക് കണ്ടീഷണൽ കൺസ്ട്രക്റ്റേഴ്സ് പഠിക്കണം. അതായത് നമ്മുടെ ഇഫ് കേസ്, സ്വിച്ച്, അതുപോലുള്ള ലൂപ്സ്. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ ചെയ്യാം. സോ കമ്മിങ് ടു ദിസ് വീഡിയോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 പ്രോഗ്രാംസാണ്. ഒന്നാമത്തെ സം ഓഫ് 2 നമ്പേഴ്സും രണ്ടാമത്തെ സ്വാപ്പ് 2 നമ്പേഴ്സും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നോട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം സം ഓഫ് 2 നമ്പേഴ്സ് ആണ് അല്ലേ. ഓക്കെ, സം ഓഫ് 2 നമ്പേഴ്സ്. അപ്പോൾ നമ്മൾക്ക് എത്ര വേരിയബിൾസ് വേണ്ടി വരും? ആദ്യം നമുക്ക് 2 നമ്പേഴ്സിന് വേണ്ടിയിട്ട് 2 വേരിയബിൾസ് വേണ്ടി വരും അല്ലേ. പിന്നെ ആ 2 നമ്പേഴ്സിൻ്റെയും സമ്മ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വേരിയബിൾ കൂടി വേണ്ടി വരും. അപ്പോൾ num1, num2 ആൻഡ് സം, ഈ 3 വേരിയബിൾസാണ് നമുക്ക് ഇതിന് ആവശ്യം. ഇനി വേറൊരു കാര്യം നമ്മൾ മറന്നിട്ടുണ്ട്. ഈ വേരിയബിൾസിൻ്റെ ഡാറ്റ ടൈപ്പ് കൂടെ നമ്മൾ മെൻഷൻ ചെയ്യണം. ഞാനിവിടെ ഈ വേരിയബിൾസിന് കൊടുക്കുന്ന ഡാറ്റ ടൈപ്പ് ഇൻറ്റീജറാണ്. ഓക്കെ, ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ 3 നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓപ്പറേഷൻ എന്ന് പറയുന്നത് സം ഈസ് ഈക്വൽസ് ടു num1 പ്ലസ് num2. ഓക്കെ, ഇപ്പോൾ സം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഞാൻ num1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെയും num2 എന്ന വേരിയബിളിനെയും ആഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേ സാധനം നമുക്ക് VS കോഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, പ്രോഗ്രാമായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. ഞാനിവിടെ എൻ്റെ പ്രോഗ്രാമിന് പേരൊന്നും കൊടുക്കുന്നില്ല. ഈ ജസ്റ്റ് ഞാൻ പ്രീപ്രോസസ്സിംഗ് ഡയറക്റ്റീവ് വെച്ചിട്ട് ഫയൽ ഇൻക്ലൂഡ് ചെയ്യാണ്. ഹെഡർ ഫയൽ include stdio.h. ഇനി ഞാൻ എൻ്റെ മെയിൻ ഫംഗ്ഷൻ എഴുതാൻ പോവുകയാണ്. ഇൻറ്റു മെയിൻ ഫംഗ്ഷൻ ആൻഡ് ഇൻസൈഡ് ദാറ്റ് ഐ എം ടേക്കിംഗ് 3 വേരിയബിൾസ് num1, num2, num3. ഇനി ഞാൻ num1ന് 10 എന്ന് പറഞ്ഞൊരു വാല്യൂ അസൈൻ ചെയ്യാണ്. num2 20 എന്ന് പറഞ്ഞൊരു വാല്യൂ അസൈൻ ചെയ്യാണ്. ഇനി ഓപ്പറേഷൻ ചെയ്യാണ്. സം ഈസ് ഈക്വൽസ് ടു, ഓക്കെ, ഇവിടെ num3 ആണ് ഞാൻ എടുത്തത്. num3ക്ക് പകരം സം എന്ന് പറഞ്ഞുള്ള വേരിയബിളായി കൊടുക്കാം. ഇനി num1 പ്ലസ് num2, അതായത് സം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് num1നെയും num2നെയും ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ ഒന്നും സെമിക്കോളൻ ഇടാൻ മറക്കരുത് കേട്ടോ. ഈച്ച് ലൈൻ എൻഡ്സ് വിത്ത് എ സെമിക്കോളൻ. ഓക്കെ, ഇനി ഇതിൻ്റെ റിസൾട്ട് കൂടെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ഓഫ് സം ഓഫ് num1 ആൻഡ് num2 ഈസ്. ഇനി ഇവിടെയാണ് അടുത്തൊരു പ്രോബ്ലം നമുക്ക് വരുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സം എന്ന് എഴുതിയാൽ മതിയോ? അതായത് ഇവിടെ നമുക്ക് ഈ സമ്മിൻ്റെ റിസൾട്ടാണ് വരുന്നത്. അതായത് സമ്മിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് നമുക്കിവിടെ ഡിസ്പ്ലേ ആവേണ്ടത്. ജസ്റ്റ് ഇവിടെ നമുക്ക് സം എന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, എന്താ റിസൾട്ട് വരുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടിയത് കണ്ടോ? ഡിസ്പ്ലേ ചെയ്തത് സം ഓഫ് num1 ആൻഡ് num2 ഈസ് സം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണോ ചെയ്തത്, ഇവിടെ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്തത്, ആ ടൈപ്പ് ചെയ്ത സാധനം തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടും കിട്ടുക. ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചത്. എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സം ഓഫ് num1 ആൻഡ് num2 ഈസ് ഈ 10 + 20 30 ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ റിസൾട്ട് കിട്ടിയത് സം ഓഫ് num1 ആൻഡ് num2 ഈസ് സം തന്നെയാണ്. ഇതല്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. ഇവിടെ ആണ് നമ്മളുടെ ഫോർമാറ്റ് സ്പെസിഫയേഴ്സിൻ്റെ ഉപയോഗം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ഡാറ്റ ടൈപ്പിനും ഓരോ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ഉണ്ട്. ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ %d, ഇനി ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ %hd, ഇനി ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ %c, ഫ്ലോട്ടിനാണെങ്കിൽ %f, അങ്ങനെ %ld, %lf, അങ്ങനെ പല ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ഏത് ഡാറ്റ ടൈപ്പാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫോർമാറ്റ് സ്പെസിഫയർ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ %d ഇടുക. എന്നിട്ട് നമ്മൾക്ക് ഏത് വേരിയബിളിൻ്റെ വാല്യൂ ആണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് ആ വേരിയബിളിൻ്റെ നെയിമാണ്
എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ ഡബിൾ കോട്ട്സ് കഴിഞ്ഞിട്ട് ഞാനൊരു കോമ കൂടി ഇട്ടിട്ടുണ്ട്. ആ കോമ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വേരിയബിളിൻ്റെ നെയിം എഴുതുന്നത്. ഓക്കെ, എനിക്കിവിടെ സമ്മിൻ്റെ റിസൾട്ടാണ് വേണ്ടത്. അപ്പോൾ സം എന്ന് പറയുന്ന വേരിയബിളിനെയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. കണ്ടോ, സം ഓഫ് നം1 ആൻഡ് നം2 ഈസ് 30. അതായത് നം1നെയും നം2നെയും ആഡ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത് സം എന്ന് പറഞ്ഞ വേരിയബിളിലേക്കാണ്. ഇവിടെ ഞാൻ സം എന്ന് പറയുന്ന വേരിയബിളിനെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, %t എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് സം എന്ന് പറഞ്ഞുള്ള വേരിയബിളിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ printf എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രിൻറ്റ് ചെയ്തു എന്ത്, സം ഓഫ് നം1 ആൻഡ് നം2 ഈസ് %t ആൻഡ് കോമ സം. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് വേറൊരു പ്രോബ്ലം കണ്ടോ. ഇവിടെ നം1നെയും നം2നെയും ഞാൻ തന്നെയാണ് ഓരോ വാല്യൂ എടുത്തിട്ട് അസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ പ്രോഗ്രാമറാണ് വാല്യൂ അസൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള കോഡിനെയാണ് ഹാർഡ് കോഡിംഗ് എന്ന് പറയുന്നത്. ഹാർഡ് കോഡിംഗ് ഇൻ ദ സെൻസ് പ്രോഗ്രാമർ ഡിസൈഡ്സ് ദ വാല്യൂ ഓഫ് ദി ഈച്ച് വേരിയബിൾസ്. ഓക്കെ, ഇത് പക്ഷേ നല്ലൊരു കോഡല്ല. കാരണം ഇതിപ്പോൾ ഒരു അപ്ലിക്കേഷനാണെന്ന് വിചാരിച്ചോ. അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമർ അല്ലല്ലോ യൂസ് ചെയ്യുന്നത്, യൂസർ അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസർ വിചാരിക്കുന്ന വാല്യൂ വേണ്ട ഇൻപുട്ട് കൊടുക്കാൻ. ഇവിടെ പ്രോഗ്രാമർ അല്ലേ 2 ഇൻപുട്ട് കൊടുത്തത്. അപ്പോൾ യൂസറിന് ഇവിടെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റില്ല. ഈച്ച് ടൈം പ്രോഗ്രാമർ വരണം. പ്രോഗ്രാമറാണ് ഇവിടെ ഒരു പ്രോഗ്രാം എടുത്തിട്ട് ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിലുള്ള കോഡ് തിരുത്തിയിട്ട് അങ്ങനെയൊക്കെ വേണം ഇവിടെ ഇൻപുട്ട് കൊടുക്കാൻ. അതായത് ഈച്ച് ടൈം പ്രോഗ്രാമറാണ് ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു ശരിയായ രീതിയല്ല. നമ്മൾക്ക് യൂസറിൻ്റെ അടുത്തു നിന്നാണ് ഇൻപുട്ട് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കമൻറ്റ് ചെയ്തു ഇതിനെ. ഇനി യൂസറിൻ്റെ അടുത്തുനിന്ന് വേണം എനിക്ക് ഇൻപുട്ട് എടുക്കാൻ. അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് സ്കാൻഎഫ് ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, ഇത് ഫംഗ്ഷൻ്റെ പേരാണ്. എന്നിട്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരാന്തസിസ് വേണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ്. എന്നിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ സെമിക്കോളൻ വെച്ച് ടെർമിനേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ ഞാൻ രണ്ട് വേരിയബിൾസിനും ഇൻറ്റീജർ എന്ന് പറഞ്ഞുള്ള ഡാറ്റ ടൈപ്പ് അല്ലേ കൊടുത്തത്. അപ്പോൾ എനിക്കിവിടെ 2 വേരിയബിൾസിനെ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ 2 ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഓക്കെ, %d എന്നുള്ള ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ആണ് 2 വേരിയബിളിനും ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു കോമ കൂടിയിട്ടുണ്ട്. എന്നിട്ട് ഏതിനൊക്കെയാണോ നമ്മൾ റീഡ് ചെയ്യുന്നത്, അതായത് ഏത് വേരിയബിൾസിനൊക്കെയാണോ നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുന്നത് ആ വേരിയബിൾസിൻ്റെ പേരെഴുതുക. പേരെഴുതുന്നതിന് മുമ്പ് നമ്മൾ ആംപർസെൻറ്റ് എന്നുള്ള സിമ്പിൾ കൂടി ഇടണം. ഓക്കെ, നം1 പിന്നെ ഒരു കോമ ആംപർസെൻറ്റ് നം2. ഓക്കെ, ഇവിടെ കണ്ടോ, നമ്മൾ %d അതായത് 2 വേരിയബിൾ തന്നെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് യൂസറിൻ്റെ അടുത്ത് നിന്ന്. ദെൻ ആംപർസെൻറ്റ് നം1 ആംപർസെൻറ്റ് നം2. ഇവിടെ കോമ ഇടാൻ മറക്കരുത്. ഓക്കെ, പിന്നെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കോമ ഇട്ടിട്ട് ആംപർസെൻറ്റ് ഇവിടെ ഇല്ല. ആംപർസെൻറ്റിന് പകരം സമ്മ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആംപർസെൻറ്റ് നമ്മൾ ഇട്ടില്ല. റീഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആംപർസെൻറ്റ് ഇടുള്ളൂ. കാരണം ആംപർസെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്രസ്സാണ്. അതായത് ഈ നമ്മൾ റീഡ് ചെയ്ത വാല്യൂവിനെ ഈ നം1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിലേക്ക് പോയിട്ടാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ആംപർസെൻറ്റ് ഇട്ടില്ല. ആംപർസെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ സം ഗാർബേജ് വാല്യൂ ആയിരിക്കും റിസൾട്ട് കിട്ടുക. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കുക പ്രത്യേകം. ഇവിടെ നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ ഒന്നും ഡിസ്പ്ലേ ചെയ്യുന്നില്ല പ്രോഗ്രാം. അതായത് നമ്മളിവിടെ ഒന്നും ഒരു ഡിസ്പ്ലേ മെസ്സേജ് ഒരു മെസ്സേജ് ഒന്നും പ്രിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു പ്രിൻറ്റ് എഫ് വെച്ചിട്ടൊരു മെസ്സേജ് കൂടെ യൂസറിന് കൊടുക്കാം. എൻ്റെ 2 നമ്പേഴ്സ്. ഓക്കെ, ഇപ്പോൾ കണ്ടോ മെസ്സേജ് പ്രിൻ്റ് ആയിട്ടുണ്ട്. എൻ്റെ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് യൂസറിന് കൊടുത്തു. ഇനി യൂസറിന് 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാം, 20 and 13. കണ്ടോ, ഔട്ട്പുട്ട് കണ്ടോ, സം ഓഫ് നം1 ആൻഡ് നം2 ഈസ് 50. അതായത് 50 ആണ് സം ഓഫ് നം1ൻ്റെയും നം2ൻ്റെയും റിസൾട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ പ്രിൻ്റ് ഓഫ് ചെയ്യുന്നത് സമ്മിന് പകരം വേറെ എന്തെങ്കിലും കൊടുത്തു നോക്കാം. നം1 കൊടുക്കാം. എന്താ പ്രിൻറ്റ് ചെയ്യണമെന്ന് അറിയാലോ. അപ്പോഴും 2 നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 10 20 കൊടുത്തു. കണ്ടോ, സം ഓഫ് നം1 ആൻഡ് നം2 ഈസ് 10. അതായത് ഇവിടെ നമ്മൾ എന്ത് വേരിയബിളാണോ കൊടുക്കുന്നത് ആ വേരിയബിളിൻ്റെ വാല്യൂ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക്
അടുത്ത പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് സ്വാപ്പിംഗ് ടു നമ്പേഴ്സാണ്. ഓക്കെ, സ്വാപ്പിംഗ് ടു നമ്പേഴ്സ്. അപ്പോൾ അതിനും നമ്മൾക്ക് 2 വേരിയബിൾസ് വേണം അല്ലേ, num1 അതുപോലെ തന്നെ num2, 2 വേരിയബിൾസിനെ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഈ num1നെ ഞാൻ ഒരു 5 എന്നുള്ള ഒരു വാല്യൂ, അതുപോലെ തന്നെ num2ന് ഒരു 20 എന്നുമായിട്ടുള്ള ഒരു വാല്യൂ അസൈൻ ചെയ്തു. ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താവണം? num1 will be equals to 20 and num2 will be equals to 5. ഇതാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടേണ്ടത് അല്ലേ, ഇതാണ് ഇതിൻ്റെ റിസൾട്ട് വരേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറൊരു വേരിയബിൾ കൂടി എടുക്കുകയാണ്. അതായത് ടെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ കൂടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ num1ൻ്റെ വാല്യൂ അസൈൻ ചെയ്യും. എന്നിട്ട് num1ൻ്റെ വാല്യൂവിലേക്ക് num2 എന്ന് പറഞ്ഞുള്ള വാല്യൂ അസൈൻ ചെയ്യും. എന്നിട്ട് num2 എന്ന് പറഞ്ഞുള്ള വേരിയബിളിലേക്ക് ടെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിൻ്റെ വാല്യൂ അസൈൻ ചെയ്യും. ഇവിടെ എന്താ ആക്ച്വലി നടക്കുന്നത്? ആക്ച്വലി ഇവിടെ num1 num2 ടെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരു 3 വേരിയബിളിനെ എടുത്തിട്ടുണ്ട്. അതിനെ ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് num1നും num2നും നമ്മൾ ഓരോ വാല്യൂവും കൊടുത്തിട്ടുണ്ട്. num1ന് 5ഉം num2ന് 20ഉം. ഇവിടെ ടെമ്പിന് നമ്മളൊരു വാല്യൂവും അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ടെമ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗാർബേജ് വാല്യൂ ആയിരിക്കും. ഗാർബേജ് വാല്യൂ ഇൻ ദ സെൻസ് എന്തെങ്കിലും ഒരു വാല്യൂ, അതായത് ഇപ്പോൾ റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പേഴ്സ് ആയിരിക്കും ടെമ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടെമ്പിന് ഇവിടെ നമ്മൾ ഓപ്പറേഷൻ കൊടുക്കുന്നത് ടെമ്പ് ഈസ് ഈക്വൽസ് ടു num1 എന്നാണ്. അതായത് ഇപ്പോൾ ടെമ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് num1 ആണ്, അതായത് 5 ആണ്. പിന്നെ num1ൻ്റെ വാല്യൂ ഇപ്പോൾ കറൻ്റ്ലി 5 തന്നെയാണല്ലോ. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ ഈ ഒരു ലൈനിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ num1ൻ്റെ വാല്യൂ num2 വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തു. അതായത് num1ൻ്റെ വാല്യൂ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് num2 വെച്ചിട്ട്. ഇപ്പോൾ num2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ num1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, റീപ്ലേസ് ചെയ്തല്ലോ, num1ൻ്റെ വാല്യൂ റീപ്ലേസ് ചെയ്തു num2 വെച്ചിട്ട്. പക്ഷേ num2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 തന്നെയാണ് അല്ലേ, num2ൽ നമ്മളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇനി num2ൻ്റെ വാല്യൂ എന്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്? ടെമ്പ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ടെമ്പിലുള്ള വാല്യൂ ടെമ്പിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ num2ൽ 5 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ num2ൻ്റെ വാല്യൂ 5ഉം num1ൻ്റെ വാല്യൂ 20ഉം. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് num1 ഈസ് ഈക്വൽസ് ടു 20, അതുപോലെ തന്നെ num2 ഈസ് ഈക്വൽസ് ടു 5. അത് തന്നെയല്ലേ ഇവിടെ നമ്മളുടെ റിസൾട്ട്. ഇങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി. ഓക്കെ, ഇത് നമ്മൾക്ക് ഒന്ന് ചെയ്തു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പ്രോഗ്രാം എഴുതാൻ പോവാണ്. ഇവിടെ ഞാൻ പ്രോഗ്രാമിന് പേരൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം പേര് വെച്ച് കൊടുക്കാം. ഓക്കെ, എപ്പോഴും പ്രോഗ്രാമിന് പേര് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഞാൻ പ്രീ പ്രോസസ് ഡയറക്ടറീസ് ആഡ് ചെയ്യാണ്. ഫയൽ ഇൻക്ലൂഡ് ചെയ്യാണ്. include stdio.h എന്ന് പറഞ്ഞിട്ട് ഫയൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി മെയിൻ ഫങ്ഷൻ ചെയ്തു. ഇനി ഇവിടെ ഞാൻ 3 വേരിയബിൾസിന് എടുത്തിരിക്കുകയാണ്. num1 num2 num3 വേണ്ട, ടെമ്പററി വേരിയബിൾ. ഇനി ഇവിടെ ഞാൻ സ്കാനഫ് വെച്ചിട്ട് യൂസറിൻ്റെ അടുത്തുനിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യണം. ഓക്കെ, അതിനു മുമ്പേ ഇവിടെ നമ്മൾ ഈ ഒരു ലൈനിന് പറയുന്ന പേരാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. വേരിയബിൾ ഡിക്ലറേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താണ് അവസ്ഥ വെച്ചെങ്കിൽ ഈ 3 വേരിയബിളിനും റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഗാർബേജ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അതായത് num1ന് ഇപ്പോൾ ഒരു ഗാർബേജ് വാല്യൂ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ num2ന് ഒരു ഗാർബേജ് വാല്യൂ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടെമ്പിന് ഒരു ഗാർബേജ് വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ 3 വേരിയബിളിനും
ഗാർബേജ് വാല്യൂ ഇവിടെ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനെയാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റീഡ് ചെയ്യാണ് യൂസറിൻ്റെ അടുത്ത് നിന്ന് സ്കാനർ ഫംഗ്ഷൻ വെച്ചിട്ട്. ഇവിടെയും ഞാൻ 2 ഫോർമാറ്റ് സ്പെസിഫയർ ഇട്ടു. എന്നിട്ട് ഏതൊക്കെ വാല്യൂസാണ് റീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് വേരിയബിൾസിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത് റീഡ് ചെയ്ത വാല്യൂ എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. num1ലേക്കും num2ലേക്കുമാണ് 2 വാല്യൂസ് ഞാൻ റീഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഇട്ട് ടെർമിനേറ്റ് ചെയ്തു. ഇനി ഓപ്പറേഷൻ ചെയ്യാം. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ temp ഈസ് ഈക്വൽസ് ടു num1, num1 ഈസ് ഈക്വൽസ് ടു num2, then num2 ഈസ് ഈക്വൽസ് ടു temp. ഇത്രയും കാര്യം ചെയ്തു. ഇനി ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ഓഫ് %t, അതായത് നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാം, അപ്ഡേറ്റഡ് വാല്യൂ num1 ഈസ് ഈക്വൽസ് ടു ഒരു % ഇട്ട് കൊടുക്കാം. ഇനി num2 ഈക്വൽസ് ടു ഒരു % ഇട്ട് കൊടുക്കാം. എന്നിട്ടത് കഴിഞ്ഞിട്ട് num1, num2. ഓക്കെ, ഇനി ഇവിടെ ഒരു യൂസറിന് ഒരു മെസ്സേജ് കൂടി കൊടുക്കാം, എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ട്. പ്രിൻ്റ് ഓഫ് എൻ്റർ 2 numbers /n ന്യൂ ലൈനിലേക്ക് പോകാനാട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി കമൻറ്റ് കൂടെ കൊടുക്കാം. ഏതൊരു പ്രോഗ്രാം എഴുതാണെങ്കിലും കമൻറ്റ് കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ യൂസർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഇവിടെ റീഡിങ് 2 numbers ഫ്രം യൂസർ. ഓക്കെ, ഇവിടെ ഓപ്പറേഷൻ ആണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ചെയ്യാവുന്നത് റിസൾട്ട് പ്രിൻ്റ് ചെയ്യണം. പ്രിൻറ്റിങ് അപ്ഡേറ്റഡ് റിസൾട്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്തു, റൺ ചെയ്യാണ്. എൻ്റർ 2 numbers എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 5ഉം 15ഉം കൊടുത്തു. അപ്പോൾ num1ൻ്റെ വാല്യൂ 5ഉം num2ൻ്റെ വാല്യൂ 15ഉം ആണ് കേട്ടോ. ഇനി റൺ ചെയ്ത് നോക്കാം. അപ്ഡേറ്റഡ് വാല്യൂ ഓഫ് num1 എന്ന് പറയുന്നത് 15ഉം അപ്ഡേറ്റഡ് വാല്യൂ ഓഫ് num2 എന്ന് പറയുന്നത് 5ഉമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്പർ സ്വാപ്പിങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. 2 പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നാളത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടീഷണൽ കൺസ്ട്രക്റ്റേഴ്സാണ് പഠിക്കുന്നത്. അതായത് ഇഫ് കേസ്, അതുപോലെ തന്നെ സ്വിച്ച് കേസൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് പഠിച്ചാലേ നമുക്ക് കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ ഫോർ നൗ.